കേരളത്തിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്നു മുതൽ. ഇടുക്കിയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് ആണ് ആദ്യ ദിവസം തന്നെ പത്രിക നൽകുമെന്ന് പ്രഖ്യാപിച്ച പ്രധാന മുന്നണി സ്ഥാനാർത്ഥി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെയും തിരഞ്ഞെടുപ്പ് റാലികൾക്കും ഇന്ന് തുടക്കമാകും. പ്രധാനമന്ത്രി ഉത്തരാഖണ്ഡിലും രാഹുൽ ഹരിയാനയിലുമാണ് പ്രചാരണം നയിക്കുന്നത്. CPM തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയും ഇന്ന് പുറത്തിറക്കും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ഉമേഷ് ബാലകൃഷ്ണനും ഡൽഹിയിൽ നിന്ന് KP അഭിലാഷും ചേരുകയാണ്. ആദ്യം ഉമേഷിലേക്ക് പോവുകയാണ്. ഉമേഷ്, ഇന്ന് പത്രികാ സമർപ്പണത്തിനുള്ള ദിവസമാണ്. ഇന്ന് ആ ദിവസം ആരംഭിക്കുകയാണ്. ഏതൊക്കെ പ്രമുഖ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളാണ് ഇന്ന് പത്രിക സമർപ്പിക്കുന്നത് എന്ന് അറിയാൻ കഴിയുന്നുണ്ടോ? ഇന്ന് ഇടുക്കിയിലൊഴികെ മറ്റ് ഒരു ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും പ്രമുഖ സ്ഥാനാർത്ഥികളെന്നും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ സാധ്യതയില്ല എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. 11 മണി മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണം ആരംഭിക്കും. 3 മണിവരെ, ഉച്ചയ്ക്ക് ശേഷം 3 മണിവരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. ഏപ്രിൽ 4 വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. സാധാരണ ഇതിൽ ആദ്യ ദിവസങ്ങളിൽ പ്രമുഖ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാറില്ല. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ അതിൻ്റെ ഒരു ചൂടേറും. നാമനിർദ്ദേശ പത്രികകൾ വരും ദിവസങ്ങളിൽ പ്രമുഖ സ്ഥാനാർത്ഥികളടക്കം സമർപ്പിച്ചു തുടങ്ങും. ഇന്ന് മറ്റ് സ്ഥാനാർത്ഥികൾ, പ്രമുഖരല്ലാത്ത സാധാരണ പാർട്ടികളിൽ നിന്നുള്ള SEC അടക്കമുള്ള SECയുടെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നാണ് സംസ്ഥാന ഘടകം അറിയിച്ചിട്ടുള്ളത്. അവർ രാവിലെ 11 മണിയോടുകൂടി തന്നെ വരണാധികാരിയായ ജില്ലാ കളക്ടർക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ജില്ലാ കളക്ടറേറ്റിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ഹാളിൽ 5 സ്ഥാനാർത്ഥിക്കൊപ്പം 5 പേർക്ക് മാത്രമേ പ്രവേശിക്കാൻ അനുവാദമുള്ളൂ. ഈ 3 വാഹനങ്ങൾ കളക്ടറേറ്റിലേക്ക് 3 വാഹനങ്ങൾ കടത്തിവിടും. സ്ഥാനാർത്ഥിക്കൊപ്പമുള്ള 3 വാഹനങ്ങൾ കടത്തിവിടും. ഓരോ ജില്ലാ കളക്ടറുടെ വരണാധികാരിയായ ജില്ലാ കളക്ടറുടെ അഭാവത്തിൽ കൺസേൺഡ് ഉദ്യോഗസ്ഥനെ AROയെ ആയിരിക്കും, അതിൻ്റെ ഒരു കൺസേൺഡ് ഉദ്യോഗസ്ഥനായിരിക്കും അതിന് പകരം ചുമതല നൽകുക. ഇതാണ് രീതി. 25,000 രൂപയാണ് ഒരു സ്ഥാനാർത്ഥി കെട്ടിവെക്കേണ്ടത്. 4 സെറ്റ് പത്രിക പ്രമുഖ സംസ്ഥാന ദേശീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളല്ലാത്തവർ 4 സെറ്റ് പത്രിക സമർപ്പിക്കണം. ദേശീയ സംസ്ഥാന പാർട്ടികളുടെ പ്രതിനിധികളാണെങ്കിൽ ഒരു പത്രിക സമർപ്പിച്ചാൽ മതിയാകും. 25,000 രൂപയാണ് ഓരോ സ്ഥാനാർത്ഥികളും കെട്ടിവെക്കേണ്ടത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന സ്ഥാനാർത്ഥികൾക്ക് 12,500 രൂപ കെട്ടിവെച്ചാൽ മതിയാകും. എന്തായാലും ഇന്നു മുതൽ സംസ്ഥാനത്തെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രം വ്യക്തമായി തുടങ്ങും. ഒരു ഏപ്രിൽ 4 എത്ര സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു എന്നുള്ള കാര്യവും കൃത്യമായി അറിയാൻ കഴിയും. അമീന. ശരി ഉമേഷ്. ഡൽഹിയിൽ നിന്ന് KP അഭിലാഷ് കൂടി ചേരുകയാണ്. അഭിലാഷ്, രാജ്യം വളരെ സുപ്രധാനമായ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. കോൺഗ്രസിനെയും BJPയും സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ് നടക്കാനിരിക്കുന്നത്. ഇന്ന് പ്രധാനമന്ത്രിയുടെയും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെയും തിരഞ്ഞെടുപ്പ് റാലികൾക്ക് തുടക്കമാവുകയാണ്. എത്രത്തോളം ആളുകൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്? മറ്റു വിവരങ്ങൾ. അമീന, കോൺഗ്രസിനെയും BJPയെയും സംബന്ധിച്ചിടത്തോളം 7 ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പിലെ പ്രാഥമികമായ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. പ്രധാന മണ്ഡലങ്ങളിലെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. ഇനി തെരഞ്ഞെടുപ്പ് റാലികളിൽ നേതാക്കളൊന്നടങ്കം സജീവമാവുകയാണ്. BJPയും കോൺഗ്രസും താരപ്രചാരണത്തിനായുള്ള പട്ടിക തയ്യാറാക്കുകയും നേരത്തെ തന്നെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. അതുപ്രകാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന റാലികൾ ഇന്ന് ആരംഭിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ ഭാഗമായി 125 റാലികളിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നത്. ഉത്തർപ്രദേശിലെ മീററ്റിലാണ് റാലിയുടെ തുടക്കം. ഈ മാസം 31-നകം ജമ്മു കാശ്മീർ, ഒഡീഷ, അസം, ബംഗാൾ, അരുണാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് റാലികളിൽ അദ്ദേഹം പങ്കെടുക്കും. അതായത് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തന്നെ ഈ സംസ്ഥാനങ്ങളിൽ പര്യടനം പൂർത്തിയാക്കും. ഉത്തർപ്രദേശ്, ബംഗാൾ, ബീഹാർ എന്നീ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് പ്രധാനമായും റാലികൾ നടക്കുന്നത്. ഉത്തർപ്രദേശിൽ മാത്രം 20 റാലികളിലും ബംഗാളിലും ബീഹാറിലും 10 വീതം റാലികളിലുമാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത്. എടുത്തു പറയേണ്ടത്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് 8 മാസം പ്രധാനമന്ത്രി തുടർച്ചയായ റാലികൾ നടത്തുകയും 425 റാലികളിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ പ്രധാനമന്ത്രി ആയതുകൊണ്ട് തന്നെ അത്രയധികം റാലികളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല. പകരം അമിത്ഷായാണ് രാജ്യത്തുടനീളം 150 തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കുന്നത്. 40 താരപ്രചാരകരെയാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഹരിയാനയിലാണ് കോൺഗ്രസിന്റെ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ
റോഡ് ഷോകൾക്ക് അടക്കം തുടക്കമാകുന്നത്. റോഡ് ഷോകൾക്ക് പുറമെ ഇന്ന് ചില പൊതുയോഗങ്ങളിൽ കൂടി അദ്ദേഹം പങ്കെടുക്കുകയും പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, ഉത്തർപ്രദേശിൽ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായ അമേഠിയിൽ പ്രിയങ്ക ഗാന്ധി പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു പ്രിയങ്ക ഗാന്ധി അമേഠിയിൽ പ്രചാരണത്തിന് തുടക്കമിട്ടത്. എന്തായാലും ഔദ്യോഗികമായ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നതിന് മുമ്പ് തന്നെ പ്രിയങ്ക ഗാന്ധി സജീവമായി കഴിഞ്ഞിരിക്കുന്നു. ഇന്നും നാളെയും റായ്ബറേലിയിലും ലക്നൌവിലും റാലികളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. നാളെ ഫൈസാബാദ് മുതൽ അയോധ്യ വരെയുള്ള 50 കിലോമീറ്റർ റോഡ് ഷോയാണ് പ്രിയങ്കയുടെ സന്ദർശനത്തിൽ ഏറ്റവും ശ്രദ്ധേയമാകാൻ പോകുന്നതും അമീന. ശരി അഭിലാഷ്.